MSO ഫസ്റ്റ് ഇയറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോഷ്യൽ തിയറി ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ സോഷ്യോളജിക്കൽ തിയറിയും രൂപപ്പെടുന്നത് ഓരോ സോഷ്യലിസ്റ്റിന്റെ ജീവിത രീതിയും അതുപോലെ അവരുടെ വർക്കിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പ്രധാനമായും രണ്ട് കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്നർ കോണ്ടെക്സ്റ്റ് എന്നും ഔട്ടർ കോണ്ടെക്സ്റ്റ് എന്നും. ഇന്നർ കോണ്ടെക്സ്റ്റിനെ എന്താണെന്ന് പറയുന്നതെന്ന് നോക്കാം. ഇന്നർ കോണ്ടെക്സ്റ്റ് ഒരു സോഷ്യലിസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ മൈൻഡ് സെറ്റ്, ഇൻഫ്ലുവൻസ്, അവർക്കുണ്ടായ ആശയങ്ങൾ, അവയെല്ലാം കൂടിക്കലരുമ്പോഴാണ് ഇന്നർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഔട്ടർ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് അടുത്തതായി നോക്കാം. സോഷ്യോളജിസ്റ്റിന്റെ ഈ ജീവിതത്തിലെ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സോഷ്യോളജി ആദ്യമായി ഡെവലപ്പ് ചെയ്തത് ഫ്രാൻസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എന്നായിരിക്കും? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സോഷ്യോളജി ഇന്ത്യയിൽ വ്യാപിക്കാൻ തുടങ്ങിയത്. 1789 ഫ്രഞ്ച് വിപ്ലവം സാമൂഹ്യ ശാസ്ത്രപരമായും സൈദ്ധാന്തികവൽക്കരണത്തിന് ആവശ്യകത സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാന കാരണമായി മാറി തുടങ്ങി. ഫ്രഞ്ച് വിപ്ലവം സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് കാരണമാകാൻ തുടങ്ങിയെന്ന് പറയാം. സാമ്പത്തികപരമായും തൊഴിൽപരമായും അങ്ങനെ വ്യക്തികളുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകാൻ ഫ്രഞ്ച് വിപ്ലവം കാരണമായി എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. വ്യാവസായികവൽക്കരണം അടുത്തതായി രൂപപ്പെടാൻ തുടങ്ങി. 19-20 നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് വ്യാവസായിക വിപ്ലവം രൂപപ്പെട്ടത്. കാർഷിക അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെയും ഫാക്ടറിയെയും വ്യാവസായിക വ്യവസ്ഥയെയും മാറ്റിയ ഒരു സംഭവ വികാസമായിരുന്നു വ്യാവസായിക വിപ്ലവം. ഈ സമയത്ത് നഗരങ്ങളിൽ ഫാക്ടറികളിൽ നിരവധി ജോലി അവസരങ്ങൾ ഉണ്ടായിരുന്നു. അത് തേടി ഗ്രാമപ്രദേശത്തിലെ നിവാസികൾ കുടിയേറി നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഉണ്ടാവുക? അവർക്ക് നിരവധി ജോലി അവസരങ്ങളും ഫാക്ടറികളിൽ ടെക്നിക്കൽ പരമായ ജോലികളും അങ്ങനെ നിരവധി അവരുടെ കഴിവിന് അനുസരിച്ചുള്ള ജോലികൾ ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ കൂടിയും അവർ നിരവധി തൊഴിലാളി എന്ന നിലയിൽ മുതലാളിമാരുടെ ചൂഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ അവർ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അതിനെ എങ്ങനെയൊക്കെയാണ് തന്ത്രപരമായിട്ട് നേരിടാമെന്ന് അവർ ചിന്തിച്ച് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുവാനും തുടങ്ങി. അങ്ങനെ സോഷ്യലിസ്റ്റുകൾ അനുബന്ധ മുതലാളിത്ത ഘടനയും അവയ്ക്കെതിരായ പ്രതികരണത്തെയും വീക്ഷിക്കുവാനും അവർ തുടങ്ങിയെന്ന് പറയുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് സോഷ്യലിസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മുതലാളിത്തത്തിന്റെ നേരിട്ടുള്ള വിമർശനമായിരുന്നു സോഷ്യലിസം. ചില ചിന്തകർ സോഷ്യലിസത്തിന് പിന്തുണച്ചിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് കാൾ മാർക്സ്. ഇദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ലായിരുന്നു, ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹം സോഷ്യലിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ ശ്രമിച്ചു. വ്യാവസായിക വിപ്ലവം കാരണം ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്നവർ നഗരങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അതിന് കാരണമായത് നിരവധി തൊഴിലവസരങ്ങൾ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നഗരപ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് കാരണം. കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ തിയറി. സാമൂഹ്യ സിദ്ധാന്തത്തിന്റെ ബാഹ്യ സന്ദർഭത്തെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് സാമൂഹ്യപരമായ അതിന്റെ പരിസ്ഥിതിക്കുള്ളിൽ എങ്ങനെയൊക്കെയാണ് ഏത് വിധത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് നോക്കാം. സാമൂഹ്യ സിദ്ധാന്തത്തിന്റെ വികസനത്തിൽ ആശയങ്ങളുടെ പങ്കിനെയും അവയ്ക്കുള്ള ബന്ധത്തെയും മനസ്സിലാക്കാൻ സാധിച്ചു. ഫ്രാൻസിലെ എൻലൈറ്റ്മെന്റ് സമയത്ത് ആശയങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് സോഷ്യൽ തിയറി രൂപപ്പെടാൻ തുടങ്ങി. എൻലൈറ്റ്മെന്റ് സമയത്ത് നിരവധി പുതിയ ആശയങ്ങൾ രൂപപ്പെടുകയും നിലവിലുള്ള ആശയങ്ങൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിന്റെ തത്വചിന്തയും ശാസ്ത്രവുമാണ് ഫ്രാൻസിലെ ചിന്തകരെ ബുദ്ധിജീവിയാക്കാൻ ഉള്ള കാരണമായി തുടങ്ങിയത്. ഫ്രാൻസിലെ പുരുഷാധിപത്യത്തെയും രാജവാഴ്ചയെയും അസ്വസ്ഥമാക്കുന്ന എന്തിനേയും ഡി ബോണാൾട്ട് എതിർത്തിരുന്നു. ഇനി നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽ വേഴ്സസ് കളക്ടിവിറ്റിയെ കുറിച്ച് നോക്കാം. എൻലൈറ്റ്മെന്റിന്റെ ചിന്തകർ വ്യക്തിയെ ഊന്നി പറഞ്ഞപ്പോൾ ഈ ചിന്തകരെ എതിർക്കുന്നവരുടെ പ്രതികരണമായിട്ടാണ് കൂട്ടായ്മയെ ഊന്നി പറയാൻ തുടങ്ങിയത്. വ്യക്തിയുടെ നിലനിൽപ്പിന് സമൂഹത്തിൽ കൂട്ടായ്മയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് ഈ ചിന്തകർ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി.
ഭാവിയിലേക്കുള്ള നീണ്ട പ്രവാഹമായി സമൂഹത്തെ വീക്ഷിക്കാനും തുടങ്ങി. അതിനാൽ മാറ്റം ഒരു പുതിയ ലോകത്തിലേക്ക് നയിച്ചപ്പോൾ യാഥാസ്ഥിക പ്രതികരണം ശ്രേണിപരമായ ഘടകങ്ങളെ പിന്തുണച്ചിരുന്നു. ലിബറലുകൾ ഫ്രഞ്ച് വിപ്ലവത്തെയും വ്യാവസായിക വിപ്ലവത്തെയും കുറിച്ച് നോക്കിക്കാണുവാൻ തുടങ്ങി. ഇനി നമ്മൾക്ക് എന്താണ് നോക്കാം, കുറെ എൻലൈറ്റ്മെന്റ് സമയത്തിലെ കുറച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമ്മൾക്കിനി നോക്കാം. കോംറ്റ് ആൻഡ് ദ എൻലൈറ്റ്മെന്റ് 1798 1857 വിശേഷണ കൃതികൾ രൂപപ്പെട്ടതിന്റെ അതിൽ എൻലൈറ്റ്മെന്റിലെയും ഫ്രഞ്ച് വിപ്ലവത്തിലെയും വിശകലനം അതിൽ ഉണ്ടായി. ആ പുസ്തകത്തിൽ രൂപപ്പെട്ടു. ഡി ബോണാർഡ് പോലുള്ള വിവിധ പ്രതിവിപ്ലവ ചിന്തകർ കോംറ്റിന്റെ സ്വന്തം സമീപനത്തെ സ്വാധീനിച്ചിരുന്നു. ഈ വിപ്ലവകാരികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു കോംറ്റെ. മധ്യകാലഘട്ടത്തിലേക്കുള്ള ഒരു പിന്നോക്ക അവസ്ഥ അദ്ദേഹം തള്ളിക്കളഞ്ഞു. കാരണം ശാസ്ത്രം അത് സാധ്യമാക്കാൻ വളരെയധികം പുരോഗതിയിലേക്ക് നയിച്ചുവെന്ന് പറയുന്നു. കോംറ്റെ ഫ്രാൻസിലെ വിപ്ലവത്തിന് ശേഷം സോഷ്യോളജി വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ തുടങ്ങി. കോംറ്റെയുടെ പരിണാമ സിദ്ധാന്തമാണ് ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും എന്ന് പറയപ്പെടുന്നു. ഈ സിദ്ധാന്തത്തിൽ നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് ദൈവശാസ്ത്ര ഘട്ടത്തെ കുറിച്ചാണ്. ഏകദേശം 1300 വർഷങ്ങൾക്ക് ഏകദേശം 1300 നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ആയിരുന്നു എന്ന് പറയാം. സമൂഹത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ആ മാനുഷിക ശക്തികളെയും മതപരമായ ഐക്കണുകളെയും ലോകം മുഴുവനും ദൈവത്തിന്റെ ഉൽപ്പന്നമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അടുത്തതായി മെറ്റാഫിസിക്കൽ ഘട്ടം ഏകദേശം 1300-1800 കാലഘട്ടങ്ങളിൽ വരുന്നതാണ്. പ്രകൃതി നടത്തിയ മനുഷ്യനെയും സമൂഹത്തെയും കുറിച്ചുള്ള ഒരു പഠനമാണ് മെറ്റാഫിസിക്കൽ ഘട്ടം എന്ന് പറയുന്നു. അടുത്തത് പോസ്റ്റിവിറ്റിക്കൽ ഘട്ടം 1800 കാലഘട്ടങ്ങളിൽ വരുന്നതാണ്. ഇതിൽ പറയുന്നത് ശാസ്ത്രവും അത് കണ്ടെത്തിയ നിയമങ്ങളും ഇതിനെ സ്വാധീനിച്ചു എന്ന് പറയുന്നു. ഇതിൽ ദൈവമോ പ്രകൃതിയോ ഉണ്ടായിരുന്നില്ല. കോംറ്റെയുടെ നിലപാടിൽ സാമൂഹിക അരാജകത്വത്തെയും ലേക്ക് നയിക്കുന്ന ഭൗതിക ആശയക്കുഴപ്പങ്ങളെ എല്ലാം തന്നെ ഇതിൽ പറയുന്നു. ഇദ്ദേഹം വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തില്ല. പരിണാമപരമായിരുന്നതിനാൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല എന്ന് വ്യക്തമായി ഇതിൽ തെളിഞ്ഞു കാണുന്നു. അടുത്തതായിട്ട് ഡർഗേം ആൻഡ് ദ എൻലൈറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇദ്ദേഹം 2 തരം സാമൂഹ്യ വസ്തുക്കളെ കുറിച്ച് വിശദീകരിക്കുന്നു. ഒന്നാമതായിട്ട് ഭൗതികമെന്നും രണ്ടാമതായി പറയുന്നത് ഭൗതികമല്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ഭൗതികമല്ലാത്തതിനെ കുറിച്ചും പറയുന്നു. ഭൗതിക വസ്തുക്കൾ ബ്യൂറോക്രസി നിയമം ഭൗതികമല്ലാത്തത് വസ്തുക്കളിൽ സാമൂഹ്യ സ്ഥാപനങ്ങളെയും സംസ്കാരവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പ്രധാനമായി കൊടുക്കുന്നത് സമൂഹത്തിലെ തൊഴിൽ വിഭജനം 1893 എന്ന പുസ്തകത്തിൽ സമൂഹത്തിന്റെ പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുന്ന വിവിധ ഘടകങ്ങളെ കണ്ടെത്തുവാൻ ഡർഗേം ശ്രമിച്ചു എന്ന്. ആദ്യകാലങ്ങളിൽ സമൂഹത്തിന് ഏകീകരണത്തിന് ഒരു ധാർമ്മിക അടിത്തറയുണ്ടെന്ന് ഇദ്ദേഹം കരുതി. സമൂഹത്തിലെ അംഗങ്ങളെ തൊഴിൽ വിഭജനത്തിലൂടെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഫ്രാൻസിൽ സാമൂഹ്യശാസ്ത്രത്തിനും ഒരു സ്ഥാനം ലഭിച്ചുവെന്ന് ഡർഗേമിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉറപ്പാക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിച്ചു. 1898 ലാൻസി സോഷ്യോളജിക് എന്ന പേരിൽ ഒരു പണ്ഡിത ജേർണൽ ഡർഗേം സ്ഥാപിച്ചു. ഇത് ഡർഗേമിൽ ബ്രാൻഡായ സോഷ്യോളജിയെ മറ്റ് സ്കൂളുകളിലേക്കും പ്രചരിപ്പിക്കുകയും അത് വിജയകരമായി രൂപപ്പെടുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവം വ്യാവസായിക വിപ്ലവത്തിന്റെ പശ്ചാത്തലം ഡർഗേമിന്റെ സമൂഹത്തെക്കുറിച്ചുള്ള വിശകലനത്തിന്റെ രൂപത്തിൽ ഒരു അക്കാദമിക്ക് തന്നെ രൂപപ്പെടുവാൻ കാരണമായി. ഇനി ദ മാർക്സിയൻ ഐഡിയോളജിയെ കുറിച്ച് പറയാം. ജർമ്മനിയിലെ സാമൂഹ്യശാസ്ത്രം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നോക്കാം. ജർമ്മനിയിൽ മാക്സും വെബറും മറ്റു സാമൂഹ്യ ശാസ്ത്രജ്ഞരും തമ്മിൽ തുടക്കം മുതൽ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു. മാക്സ് 1818 1883 അങ്ങനെ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നു. മുതലാളിത്ത വ്യവസ്ഥകളുടെ വേഗത്തിലുള്ള വളർച്ചാ നിരക്ക് സാമ്പത്തിക വ്യവസ്ഥയിൽ വീണ്ടും നിക്ഷേപിക്കാൻ ആവശ്യമായ ലാഭം വർദ്ധിച്ചു എന്ന് പറയുന്നു. ചൂഷിതരായ തൊഴിലാളി വർഗത്തിന്റെ
ചൂഷിതരായ മുതലാളിത്ത ആക്രമണാസക്തമായ അട്ടിമറികൾ മാർക്സ് ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുതലാളിത്തത്തിന്റെ ചൂഷണം അടിച്ചമർത്തത്തിന്റെ സ്വഭാവത്തിലായിരുന്നുവെന്ന് മാർക്സിന്റെ വാദത്തിൽ ഊന്നി പറയാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. മുതലാളിത്തത്തിന്റെ ഈ വശം നീക്കം ചെയ്യുക എന്നതായിരുന്നു മാർക്സിന്റെ സൈദ്ധാന്തിക വിശകലനത്തിൽ പറയുന്നത്. ഇത് അക്രമാസക്തവും അരാജകത്വപരമായ മുതലാളിത്തത്തിന്റെ അട്ടിമറിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിച്ചു. അത്തരമൊരു വിപ്ലവം മുതലാളിത്തത്തെ സാമൂഹ്യ രൂപീകരണത്തിന്റെ അന്യവൽക്കരണം മറ്റു നെഗറ്റീവ് വശങ്ങളെയും സ്വയം തന്നെ ഇല്ലാതാക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്ന് പറയും. ഇനി ഫെബേറിയൻ ഐഡിയോളജിയെ കുറിച്ച് നമുക്ക് നോക്കാം. മാർക്സിയൻ ചിന്തയെ ഒരു വിപരീത ബിന്ദുവായി അല്ലെങ്കിൽ റെഫറൻസ് കോപ്പിയായിട്ട് ഇദ്ദേഹത്തിന്റെ തിയറിയെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. സാമ്പത്തിക നിർണയവാദം എന്ന മാർക്സിന്റെ സിദ്ധാന്തം വെബേറിയുമായി യോജിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം നടത്തുന്നത്. ഒരു സമൂഹത്തിൽ ഒരേ സമയം പ്രവർത്തിക്കുകയും അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി ഘടകങ്ങളോ കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമൂഹിക പ്രക്രിയകളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഘടകങ്ങളെ, അതായത് സമ്പദ് വ്യവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മതപരമായ ആശയങ്ങൾ സാമ്പത്തിക വിശകലനത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് വെബർ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് മതത്തെക്കുറിച്ചുള്ള തന്റെ പഠനത്തിൽ ആശയങ്ങൾ തന്നെ സാമ്പത്തിക വികസനം സൃഷ്ടിക്കാൻ പ്രാപ്തമാണെന്ന് അദ്ദേഹം കാണിച്ചു. വെബർ ആക്രമണാസക്തമായ വിപ്ലവങ്ങളെ പിന്തുണച്ചിരുന്നില്ല ഒരിക്കലും. മാർക്സിന്റെ വിവാദപരമായ രചനകൾക്ക് ശേഷം പാശ്ചാത്യ സമൂഹശാസ്ത്രജ്ഞനായ വെബർ ഉറപ്പു നൽകുന്നതിനായി ഇദ്ദേഹം കണ്ടെത്തി. ഇദ്ദേഹത്തിന്റെ രചന ഈ ഔപചാരിക അക്കാദമികമായിരുന്നു. ഇത് കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാനും സമഗ്രത നേടാനും എളുപ്പമായിരുന്നു എന്ന് പറയുന്നു. വെബർ ജർമ്മന്റെ പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ദ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ്. ഈ സമയത്ത് ബ്രിട്ടീഷ് സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഫീൽഡ് അധിഷ്ഠിത ഡാറ്റ ശേഖരിക്കുകയും തുടർന്ന് ഈ കണ്ടെത്തലുകൾ ഒരു കൂട്ടായ ചിത്രത്തിലേക്ക് സംയോജിപ്പിക്കുകയും ചെയ്തിരുന്നു. സിദ്ധാന്തവൽക്കരണത്തിന്റെ ആവശ്യകത പല സാമൂഹ്യ ശാസ്ത്രജ്ഞർക്കും വ്യക്തമായി അനുഭവപ്പെടുവാൻ സാധിച്ചു എന്ന് പറയുന്നു. സ്ഥിതി വിവരണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞരും സർക്കാരിനോട് വളരെ അടുപ്പമുള്ളവരായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു പോരായ്മയും കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ബ്രിട്ടീഷ് സാമൂഹ്യ ശാസ്ത്രത്തിൽ അടിസ്ഥാന സ്വഭാവം ഉണ്ടായിരുന്നു. വ്യക്തികളെ പരിഷ്കരിക്കുന്നതിലും സമൂഹത്തിന്റെ വലിയ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിരുന്നു അവരെ നിലനിർത്തിയിരുന്നത്. പിന്നീട് മാർക്സിയൻ സോഷ്യോളജിസ്റ്റിന്റെ രക്ഷകനെന്ന ആയിരുന്നു ആവശ്യം. അദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രവർത്തനങ്ങളെല്ലാം വളരെയേറെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പറയുന്നു. ബ്രിട്ടീഷ് സാമൂഹ്യ ശാസ്ത്രജ്ഞൻ സ്വയം കണ്ടെത്തിയപ്പോൾ നിരവധി വിരോധാഭാസങ്ങൾ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ദാരിദ്ര്യം പോലുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരുന്നില്ല. പകരം അവർക്ക് വ്യക്തികളെയും ഗ്രൂപ്പുകളെയും കൂട്ടിച്ചേർത്ത് അതിൽ എങ്ങനെയൊക്കെയാണ് ദാരിദ്ര്യത്തെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ഇങ്ങനെയുള്ള പല വ്യക്തികൾ അല്ലെങ്കിൽ പല ശാസ്ത്രജ്ഞന്മാരും അതിനെതിരെയായിരുന്നു പോരാടിയത്, അല്ലെങ്കിൽ അതിനെ ആ തെറ്റായ പ്രവർത്തനങ്ങൾക്കാണ് ചുവടുവെക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ സമൂഹത്തിൽ തിന്മകളോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴോ അതിന്റെ ഏറ്റവും കേന്ദ്ര സ്ഥാനം ആർക്കാണ്? അവരുടെ അതെല്ലാം തിന്മയല്ല, പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്ത്
അത് ആരുടെ തലയിലാണ് ഇട്ടുകൊടുക്കുക? ഓരോ വ്യക്തികളെയാണ് കേന്ദ്രീകരിച്ച് അതായത് എല്ലാവരും കൂടി ചെയ്ത പ്രവർത്തനങ്ങളായിരിക്കും. പക്ഷെ അതിന്റെ കുറ്റം ഓരോ വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികളിലേക്കാണ് ചൂണ്ടിക്കാണിക്കാൻ ഓരോരുത്തരും ശ്രമിച്ചത് എന്ന് പറയുന്നു. ഇതിൽ മനുഷ്യരിലുള്ള മദ്യപാനം, കുറ്റകൃത്യങ്ങൾ എന്നിവ വിശകലനം ചെയ്തും അതിനെ ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ ഒരിക്കലും സാധിക്കാതെ വന്നു. സമൂഹത്തിൽ സാമൂഹിക പരിണാമ സിദ്ധാന്തങ്ങളെ, സാമൂഹിക ഘടകങ്ങളെ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന കാലമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം ആപേക്ഷിക ലിബറൽ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ വക്താവല്ല, മറിച്ച് സാമൂഹ്യ ഇടപെടലുകളിൽ ഇല്ലാതെ സാമൂഹ്യ ചലനാത്മകമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് തന്നെ പറയും. ഇനി നമ്മൾ പറയുന്നത് സ്പെൻസറീസ് ഇവാലുവേഷനിസത്തെ കുറിച്ചാണ് പറയുന്നത്. സ്പെൻസർ ഒരു സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു. സമൂഹത്തെ സ്വയം പുരോഗതിയിലേക്ക് എത്തുമെന്ന് സമൂഹം ഒരു പുരോഗതിയിലേക്ക് എത്തുമെന്ന് മുൻകൂട്ടി തന്നെ അറിയുവാൻ കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു എന്ന് പറയാം. സാമൂഹിക സ്ഥാപനങ്ങൾ ഒരു നിശ്ചിത പ്രേരണയുമില്ലാതെ സ്വയം പരിസ്ഥിതിയുമായി ക്രമേണ പൊരുത്തപ്പെടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ സാമൂഹികവും പ്രകൃതിദത്തവുമായ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ആളുകൾ ജീവിക്കുകയും അങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയാത്തവർ അവരുടെ അന്ത്യം സംഭവിക്കുകയും ചെയ്യുമെന്ന് ഡാർവിന്റെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അതിജീവനം എന്ന ആശയം സ്പെൻസർ സ്വീകരിച്ചു എന്ന് പറയുന്നു. അത് എന്താ പറയണത് എന്ന് വെച്ച് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് സ്വയം തന്നെ ജീവിക്കും അല്ലെങ്കിൽ അതിന് പ്രാപ്തമാകും. അല്ലാതെ അതിന് പുതിയതായിട്ടൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. അവർ അവരുടെ സ്റ്റെപ്പായിട്ട് ഓരോ പടിപടിയായിട്ട് അവരുടെ വിജയം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി മുന്നോട്ട് പോകുവാൻ പരിസ്ഥിതിയുമായി അല്ലെങ്കിൽ സമൂഹവുമായി ഇടപെട്ട് പോകാൻ സ്വയം തന്നെ പ്രാപ്തമാകുമെന്നാണ് പറയുന്നത്. വ്യത്യസ്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ജീവിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൽ ഓരോന്നിനും നിർവഹിക്കുന്നതിൽ ഒരു ജീവിയായി സ്പെൻസർ സമൂഹത്തെ കണ്ടു എന്നാണ് പറയുന്നത്. സ്പെൻസറിന് യഥാർത്ഥ ഭൗതിക ലോകം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സ്പെൻസർ സാമൂഹിക പരിണാമത്തിലും വലുപ്പത്തിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. സമൂഹത്തിലെ വലുപ്പം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപനപരമായ ആവശ്യങ്ങളും വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയുന്നു. സ്പെൻസറുടെ അഭിപ്രായത്തിൽ ഒരു ലളിതമായ സമൂഹത്തിൽ നിന്ന് സങ്കീർണമായ സംയുക്തമായ അതിലേക്ക് മാറുമെന്നും ഒരു സമൂഹത്തെ വളരെയേറെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ധീരമായ മനോഭാവങ്ങൾ ഓരോ സംഘടനകൾക്കും ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ഉണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. ഒരു സമൂഹം ശക്തമായി ബന്ധിതവും യോജിപ്പുള്ളതുമായി ആണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ യൂണിറ്റിൽ നിന്ന് ഒരു വ്യക്തിയുടെ ജനനം മുതൽ ആ ഒരു വ്യക്തി ഏതെല്ലാം കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ സമൂഹത്തിലാണെങ്കിലും അവരുടെ വളർച്ചാ രീതിയിലാണെങ്കിലും എങ്ങനെയെല്ലാമാണ് നേരിട്ട് നല്ല വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നത് എന്ന് അത് സ്വയം തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പൊ സോഷ്യോളജി ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് വ്യാപിക്കുന്നത് എന്ന് നമ്മൾക്കൊരു ചെറിയൊരു രൂപം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ് ചിന്തകരാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്.